പാലക്കാട് എന്നും വലിയ ചൂട് പിടിപ്പിക്കുന്ന ഒരു കളമാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. ത്രിതല പഞ്ചായത്താവട്ടെ, ഉപതെരഞ്ഞെടുപ്പാവട്ടെ, ലോക്സഭാ ഇലക്ഷൻ ആവട്ടെ, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ, പാലക്കാടിൽ വട്ടം തിരിയും കേരളം. നോക്കൂ നിങ്ങൾ, പിഷാരടിയെ കൊണ്ടുവന്ന് UDF-ഉം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇലക്ഷൻ ക്യാമ്പയിനറെ കൊണ്ടുവന്ന് BJP-യും രംഗത്തിറക്കിയപ്പോൾ എല്ലാവരും പുച്ഛിച്ചു തള്ളിയ, ഇതൊരു ഡീലാണെന്ന് പറഞ്ഞ, ഇത് രാഷ്ട്രീയം അറിയാത്തയാളാണെന്ന് പറഞ്ഞ, എന്തിനാണ് ഈ ബിസിനസ്സുകാരനെ വെറുതെ കെട്ടിയിറക്കിയത്, തോൽവി ഉറപ്പിച്ചത് എന്ന് പറഞ്ഞിടത്തു നിന്ന് നടന്നെടുത്ത ഒരു പ്രതീകമായി NMR റസാഖ് പാലക്കാടിൻ്റെ തെരുവുകളിൽ നിറയുകയാണ്. നിങ്ങൾ പോകൂ പാലക്കാട്ടേക്ക്. മുഖ്യധാരാ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ മുഴുവനും പാലക്കാട് നടത്തിയ വോക്സ് പോപ്പുലികളെ, അഭിപ്രായ സർവകളെ നിങ്ങൾ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞു നോക്കൂ. കാണാം നമുക്ക്. പിഷാരടിയുടെ പേര് പറയുന്നതിനേക്കാൾ മുകളിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ക്യാമ്പയിനറുടെ പേര് പറയുന്നതിനെ മുകളിൽ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒപ്പം തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എഴുതിത്തള്ളിയ NMR റസാഖ് എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥിയെ.